പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ആലപ്പുഴയിലെ മണ്ണഞ്ചേരിക്കാരെ കുറുവാപ്പേടി മൂലം കുറച്ചധികം ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയാത്ത ആളുകളുടെ ഭീതി അകന്നു. കാരണം ഈ കുറുവ സംഘത്തിലെ 10-14 ആളുകൾ കൂടി പുറത്തുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് കുറുവ സംഘത്തിൻ്റെ സ്വാധീനം ഇപ്പോൾ നമ്മുടെ ഈ മണ്ണഞ്ചേരിയിലുള്ളതെന്ന് അറിയണം. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഈ ഭീതി അകറ്റാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മണ്ണഞ്ചേരിയിൽ നിന്നും നമുക്കൊപ്പം മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, യഥാർത്ഥത്തിൽ ഈ മണ്ണഞ്ചേരിക്കാർക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയോ? അന്വേഷിച്ചോ? SK അന്വേഷിച്ചു. ഇന്നലെ രാവിലെ മുതൽ തന്നെ അന്വേഷിച്ചു. കാരണം ഈ പ്രതിയെ പിടികൂടിയത് മിനിഞ്ഞാന്ന് രാത്രിയിലാണ്. മിനിഞ്ഞാന്ന് രാത്രി പിടികൂടി പിന്നീട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് ഇന്നലെ രാവിലെയാണ്. അതിന് മുൻപ് തന്നെ പുലർച്ചെ എത്തിച്ച് മണ്ണഞ്ചേരി പല സ്ഥലത്തും തെളിവെടുപ്പ് നടത്തിയെന്ന വിവരം നമുക്ക് ലഭ്യമായിരുന്നു. അങ്ങനെ നാട്ടുകാരുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ നാട്ടുകാർ ശരിക്കും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ കള്ളനെ കാണുന്നതിന് മുൻപ് ഈ മോഷണം നടത്തിയ വീട്ടുകാരെ കൊണ്ടുപോയി അവിടെ എത്തിച്ച് വളരെ അതീവ രഹസ്യമായി അന്വേഷണ സംഘം മണികണ്ഠനെ കാണിച്ചിരുന്നു. മണികണ്ഠന്റെ മുഖം ആര് കണ്ടിരുന്നെങ്കിലും മണികണ്ഠന്റെ നെഞ്ചിലെ ഇടത്തെ ഭാഗത്ത് മണികണ്ഠന്റെ ഭാര്യ ജ്യോതിയുടെ പേര് പച്ച കുത്തി എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ ഇയാൾ ഈ അർത്ഥനഗ്നായി വരുന്ന സമയത്ത് അത് പലരും കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ തേനി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മണികണ്ഠനെ ഈ സന്തോഷ് ശെൽവത്തെ പിടികൂടിയിട്ടുള്ളത്. സന്തോഷ് ശെൽവാണല്ലോ ഈ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ മണ്ണഞ്ചേരിക്കാർക്ക് മുഴുവനായിട്ടുള്ള ഭീതി ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം മണ്ണഞ്ചേരി കോമളവരം തുടങ്ങിയിട്ടുള്ള സ്ഥലം മണ്ണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെ പക്ഷേ വന്നിട്ടുള്ളത് 2 മോഷ്ടാക്കളാണ്. അതിൽ സന്തോഷ് ശെൽവത്തിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പക്ഷേ അന്ന് കൂടെ വന്നത് മണികണ്ഠനല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അന്ന് കൂടെ വന്ന ആളെ പറ്റി ഒരു വിവരം പോലും നൽകാൻ ഈ സന്തോഷ് ശെൽവൻ തയ്യാറായിട്ടില്ല. കാരണം ചോദ്യം ചെയ്യലിനോട് ഇയാൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് സംഘം പറയുന്നത്. ഇയാൾക്ക് 25 വയസ്സാണ് ഉള്ളതെങ്കിലും കേരളത്തിൽ 8 കേസുകളടക്കം 30ഓളം കേസുകൾക്ക് ഇയാളുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നടപടി എങ്ങനെയായിരിക്കും, ഇവരുടെ ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ തന്നെ എനിക്ക് കൃത്യമായി അറിയാം. കോടതിയിൽ എങ്ങനെ പെരുമാറണമെന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ഇയാൾക്കറിയാം. ഒപ്പം തന്നെ കേരള പോലീസ് പഴയ പോലെയൊക്കെ തന്നെ ദേഹ ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്തില്ലെന്നാണ് നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിധിയുണ്ട്. ഇനി മണികണ്ഠന്റെ കാര്യത്തിലേക്ക് വന്നാൽ മണികണ്ഠൻ ഈ കുറുവ സംഘത്തിന്റെ തന്നെ ഭാഗമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ സീസണിൽ അയാൾ എവിടെയും മോഷണം നടത്തിയതായി ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മണികണ്ഠൻ പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം 24 മുതൽ ഈ മാസം, അതായത് നവംബർ മാസം 14 വരെ താൻ നാട്ടിലായിരുന്നു. അതിന്റെ ട്രെയിനിൽ നിന്ന് വന്നിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് രേഖകളൊക്കെ തന്നെ ഇയാളെ കാണിച്ചിട്ടുണ്ട്. ഇയാൾ പോലീസ് സംഘത്തെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ പറവൂരിലും പുന്നപ്രയിലും ഒക്കെ തന്നെ മോഷണം നടത്തിയത് ഇയാളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അന്വേഷണ സംഘവും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി മണികണ്ഠനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മണികണ്ഠൻ ഇതിൽ ക്യാരിയർ ആണോ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. കാരണം ഈ കുണ്ടന്നൂർ പോലീസ് നടത്തിയ തെരച്ചിലിൽ അവിടെ നിന്ന് കുറച്ച് ഉരുപ്പടികൾ കണ്ടെത്തിയിരുന്നു. അതായത് ഇവർ മോഷ്ടിച്ചെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അത് മുറിച്ച് കഷ്ണങ്ങളാക്കിയായിരുന്നു സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് ഉടമയ്ക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത പാകത്തിന് ഈ പോലീസിന്റെ തെളിവെടുപ്പിനെ അടക്കം അത് ബാധിക്കുന്ന തരത്തിൽ ഈ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അത് തമിഴ്നാട്ടിലേക്ക് പലപ്പോഴായി എത്തിക്കുന്ന ഒരു ക്യാരിയറോ അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ആളോ ആണോ മണികണ്ഠൻ എന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടില്ല. മണ്ണഞ്ചേരിക്കാരുടെ മുഴുവനായിട്ടുള്ള ആശങ്കയും പരിഹരിക്കണമെങ്കിൽ മണ്ണഞ്ചേരിയിൽ നടന്നിട്ടുള്ളത് 1-2 മോഷണങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ മോഷണ ശ്രമങ്ങൾ 5-6 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 5-6 തവണ എത്തിയത് ഈ ഇപ്പോൾ പിടിയിലുള്ള സന്തോഷ് ശെൽവം മാത്രമല്ലെന്നാണ് പോലീസിന് കണ്ടെത്തൽ. അവിടെ ഈ 14 പേരിൽ മറ്റു ചില ആളുകളും അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ നൈറ്റ് സ്ക്വാഡ് ഉണ്ട്. അതായത് പോലീസുമായി ചേർന്നുകൊണ്ട് ഒരു ദിവസം 10 യുവാക്കൾ, ഒപ്പം തന്നെ പോലീസ് സംഘം 2 ബൈക്കുകളായി 4 CPOമാർ, അങ്ങനെ ഒരു സ്ക്വാഡ് ഇറങ്ങുന്ന രീതി ഇപ്പോഴും പുന്നപ്രയിലും ഒപ്പം തന്നെ ചേർത്തലയിലെ കണിച്ചുകുളങ്ങരയിലും മാരാരിക്കുളം ഈ മണ്ണഞ്ചേരി ഭാഗം വരുന്നുണ്ട്. അവിടെയെല്ലാം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നലെ ഈ മണികണ്ഠനെയും ഒപ്പം തന്നെ ഇയാളെയും ഈ സന്തോഷ് ശെൽവത്തെയും കാണാൻ വേണ്ടിയിട്ട് മണ്ണഞ്ചേരിയിലെ മുഴുവൻ ജനങ്ങളും അവിടെ വന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകമായ കാര്യം. പ്രത്യേകിച്ചും പോലീസും ഒക്കെ തന്നെ ഒരുപാട് സഹകരിക്കുന്ന ആളുകളാണ് ഈ മണ്ണഞ്ചേരിയിൽ ജനങ്ങൾ. നേരത്തെ സുഭദ്ര കൊലപാതകം നടന്നത് ഈ മണ്ണഞ്ചേരിയിലാണ്. അന്ന് ഈ സുഭദ്ര കൊലപാതകത്തിൽ കൊല ചെയ്ത ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് അപ്പോൾ നൽകുകയും അവരെ വേഗത്തിൽ പിടികൂടാനൊക്കെ തന്നെ സഹായിച്ചത് ഈ നാട്ടുകാരുടെ സഹകരണം കൊണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും മണ്ണഞ്ചേരിയിൽ മുഴുവനായി ഭീതി മാറിയിട്ടില്ലെങ്കിൽ ഏറെക്കുറെ വലിയ ആശ്വാസത്തിലാണ് ജനങ്ങൾ. മനീഷ് മഹിപാൽ പറയുന്നു അവിടെ മണ്ണഞ്ചേരിയിൽ കുറച്ച് ഭീതി മാറിയിട്ടുണ്ട്.